സ്വപ്നം കണ്ടത് വെറുതെ അല്ല, അത് കാണിച്ചതാ. വാര്യർ സാറിന് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞാട്ടെ. ഈ പരേതാത്മാക്കള് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് ചിലപ്പോ സ്വപ്നത്തിലൂടെയാണ്. അച്ഛൻ വീട് വിട്ടു പോയിട്ട് 10-15 വർഷമായി. എന്നിട്ട് ആദ്യമായിട്ടാ ഇങ്ങനൊരു സ്വപ്നം. അതാ പറഞ്ഞത്, ഒക്കെ കഴിഞ്ഞുപോയി എന്നങ്ങോട്ട് നിരൂപിക്കുക. ആത്മാവിനെ രക്ഷിക്കുന്നവനാ പുത്രൻ. ഇനി അമാന്തിക്കണ്ട, പിതൃതർപ്പണമാകാം. കർക്കിടക ഭാഗമാകുമ്പോ നാളും പക്കവും നോക്കേണ്ട കാര്യമില്ല. ഉണ്ണിയുടെ ജ്യേഷ്ഠനുണ്ട് രാമേശൻ, ഡോക്ടറാ. മൂത്തയാളുള്ളപ്പോ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോ അടയാളം കാണിച്ചത് ഇദ്ദേഹത്തിനാണല്ലോ, അതുകൊണ്ട് മൂപ്പുമുറ നോക്കേണ്ട കാര്യമില്ല, ഇവിടുന്ന് തന്നെ ചെയ്യാം. എന്നാലും അത് പോരാ, തലയിരിക്കുമ്പോ വാലാടരുത്. ഡോക്ടറെയും കൂടെ കൂട്ടണം. നീ ഇങ്ങനെ അങ്ങോട്ട് പഴഞ്ചനാവാൻ തുടങ്ങിയ വലിയ കഷ്ടമാണാവേ. അതെ, എന്നെ ഓർത്ത് വിഷമിച്ച് ഇങ്ങേര് വെറുതെ ഹാർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. എന്റെ കൂടെ ബലിയിടാൻ വരുന്നുണ്ടോ ഇല്ലയോ അത് പറ. എടാ, അത് പിന്നെ ഈ മരിച്ചോ ഇല്ലയോ എന്ന് തീർത്തറിയാതെ നാണക്കേടാ പോവേ. ബലിയിട്ടേച്ച് കൈയും കുടഞ്ഞ് നിനക്കങ്ങോട്ട് പോവാം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്ന നിർമ്മലയുടെ രീതി നിനക്കറിയാവല്ലോ. അതുകൊണ്ട് ഞാൻ വേണ്ട, നീ തനിച്ചങ്ങ് ചെയ്താ മതി. അതെ, ഞാൻ സീനിയർ ഡോക്ടർ തന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സീനിയോറിറ്റി ഒന്ന് കളയണം മിസ്റ്റർ. നിങ്ങൾ ഡ്യൂട്ടി ഡോക്ടർ അല്ലേ. പേഷ്യന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യണം, മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നോ 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 ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. ഡു യുവർ ഡ്യൂട്ടി. ഇയാള് കിടന്ന് ഉരുളണ്ട, വെച്ചോ. തന്തയില്ലാത്തവനെന്ന് പറഞ്ഞ എന്തുവാ സാറേ? സത്യമോ തെറിയോ? വിളിക്കണ്ടായിരുന്നു, സാറ് നിർബന്ധിച്ചിട്ടാ. പോട്ടെ, നമ്മള് ചെയ്യണം, നമ്മള് ചെയ്യണം. വരുന്നില്ലെങ്കിൽ വരണ്ട, അത്രേ ഉള്ളൂ. അതിനെന്താ, അനുഭവം കണ്ടില്ലേ? ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ കൊടുക്കാത്തത്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് തന്റെ അച്ഛനറിയാം, അതാ തന്നെ തന്നെ വിളിച്ചുണർത്തിയത്. അപ്പോ അതങ്ങനെ തന്നെ നടക്കട്ടെ. മരിച്ച ആളിനെ സങ്കല്പിച്ച് ഗർഭം നനച്ച ഇലയിൽ വെച്ച് 3 പ്രാവശ്യം നീര് കൊടുത്ത് 3 പ്രാവശ്യം നീര് കൊടുത്ത് നീര് പിണ്ടത്തിൽ ആരാധിച്ച് 3 പ്രാവശ്യം പുഷ്പം കൊടുത്ത് 3 പ്രാവശ്യം എള്ളുവരിയും കൊടുത്ത് ഇല്ല വാര്യർ സാറേ, അച്ഛൻ മരിച്ചിട്ടില്ല. എന്റെ ഉള്ളിലുണ്ട്. ഇത് അച്ഛൻ ഈശ്വരപിള്ള, ഇത് അമ്മ ദേവകി തമ്പുരാട്ടി. പാചകക്കാരൻ ഈശ്വരപിള്ളയുടെ കൂടെ കോവിലകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നതാ. ഇതാണ് ഡോക്ടർ ജ്ഞാനൻ. അടുത്തേക്കുന്നത് അയാളെ വിലക്കെടുത്ത നിർമ്മല കൊച്ചമ്മയും. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പണത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. കഷ്ടം ഞങ്ങളുടെ അമ്മയുടെ കാര്യമാണ്. പകലങ്ങ് പ്രാർത്ഥനയാ. ഇനി നടത്താൻ വഴിപാടുകളൊന്നുമില്ല. മീരയ്ക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, അമ്മ അത് ചെയ്തോളൂ. മുത്തശ്ശി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മുടിയേറ്റ് നടക്കുമ്പോ ഭദ്രകാളിയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. മുടിയേറ്റെങ്കിൽ മുടിയേറ്റ്. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ പുച്ഛാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ?
ഏതാ കൊച്ച്? എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ചുണ്ട് അല്ലേ ഏട്ടാ? ചുമ്മാ ഇടി ഇതെന്തുവാ ഉണ്ണി കുഞ്ഞി? ഇത് മുടിയേറ്റ് കാളിയും കൂളിയും പുഞ്ചിരി ചേച്ചിക്ക് മനസ്സിലായില്ലേ? മിലിറ്ററി ചേട്ടൻ പറഞ്ഞു കൊടുക്ക്. വേണ്ട വേണ്ട, കൊറേയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഇല്ലയോ ചേച്ചി? എന്റെ പേര് മീരാന്നാ. ഇത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഏക സ്വന്തതയാണ്. അച്ഛാ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കാളിയെ സ്വാധീനിക്കാൻ വന്നതാ. പിന്നെ കാളിയെ സ്വാധീനിച്ച അച്ചിട്ട ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ വയറ് കണ്ടോ? എന്തോ ചേട്ടാ മോളെ അപ്പൊ മാരേജിങ് ആണോ? ഇല്ലല്ല, കഴിക്കണം, കഴിക്കും. അയ്യോ, അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാ കാളിയമ്മ അനുഗ്രഹിച്ചത്. എന്നാലും ആ ഡോക്ടറും മണ്ടുമ്പിളേക്കൊന്ന് വരാൻ തോന്നിയില്ലല്ലോ. ദേ ചേച്ചി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കേ ഒരു കുഞ്ഞിനെ തരാൻ. അയ്യോടാ, അത് നമ്മുടെ ഇരിശ്ശേരിയല്ലേ? അച്ഛന്റെ ഒരു ശിങ്കിടിയാ. നിന്ന് ചിരിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും പ്രാർത്ഥിക്കും. നല്ല കുട്ടിയാ. നീ എന്തോന്നായി പിച്ചും പേയും പറയുന്നേ? അവന്റെ MD-യുടെ മോളാ. ആഹാ, അപ്പൊ നീ അവനും ഒക്കെ കൂടെ എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആരുറപ്പിച്ചാൽ എന്താ, എല്ലാം വിധി പോലെയല്ലേ നടക്കൂ. നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പരദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ? നമ്മക്ക് കമത്താന്നേ. ഇതെന്ത് മുതുകൂത്താ? വയസ്സായി വരുമ്പോഴാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഉരുളിയാമത്തന്നെ അത് നിങ്ങൾ കമഴ്ത്തിട്ട് എന്താ കാര്യം? നിർമ്മലയ്ക്ക് തോന്നണം. രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല. ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം. നാളികേരം 350, നാളികേരം 350, തോർത്ത് 3, തോർത്ത് 4. തോർത്ത് 4? ആ, അതെന്തിനാ? ഒരെണ്ണം അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത എരടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ, ഇളയവനാ. ഇനി അങ്ങോട്ട് കല്യാണ സീസണാ. അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലോ. ഈർവാണം അടിക്കാത്ത പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5, ചെമ്പ 5, വാർപ്പ് ചെറുത് 4, വാർപ്പ് ചെറുത് 4. ആള് ശുദ്ധന. ഇവിടെ കേട്ടില്ല, ഇവിടെ പറഞ്ഞതാ. ആള് നല്ലവനാ, പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല. മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. ആ പുഞ്ചിരിക്ക് നീ ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ല, അറിയാലോ. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ വകയിലൊരു അന്തരവളാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഉരുളി 5, കുത്തിയട്ടെ 3, കുഴച്ചിട്ട് 2. ഇയാൾ ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്. കൈപുണ്യം കുറവല്ല. അല്ല എന്ന് വെച്ചാൽ അഹങ്കരിക്കൊന്നും വേണ്ട. കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? 1. അണ്ടാവു വലുത് 5. പൊക്കട്ടെ. എഴുതണോ? പിന്നെ ഇതാണ്ട് ശരിയാ, എഴുത്. നീ വയ്ക്കോ. ഇവൻ ഇതൊക്കെ ഇഷ്ടാ. മൂത്തവൻ അങ്ങനല്ല. പെണ്ണും പിള്ളേം വീട്ടുകാരും പറഞ്ഞ എടുത്ത് ഉള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് മാത്രം 7. ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ താല്പര്യമുണ്ടോ? അയ്യോ, എന്താ സാർ ഇത്? അതിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാനാണെങ്കിൽ. ആ ഉണ്ണി ഇരിക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഇരിക്കടോ. ഹലോ, ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത്.
ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ മടുത്ത് സാർ. വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം? ഡിഗ്രിക്ക് വേണ്ടിയിട്ടല്ലടോ, കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചിരിക്കണ്ട, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ. എനിക്ക് ഭ്രാന്തം പിടിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത്. താൻ പോണം, താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം. ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ കമ്പനിയോടുള്ള ഓബ്ലിക്കേഷനും ഒക്കെ ശരിയാവില്ല സാർ. ഐ എം ടോട്ടലി അൺഫിറ്റ്. പെട്ടെന്ന് അങ്ങനെ പറയാതെ തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കെട്ടി ഞാനിങ്ങി പോരും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുമോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടുമോ? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടുമോ? എന്നാലേ ചന്ദ്രപിള്ള എന്ന് പറയുന്ന CP-യോട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്തനൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയതാ. മനസ്സിലായ? ആ ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായി കളയാം. തഴുകിക്കോട്ടെ. എന്താ? ഇങ്ങനെ തഴുകിക്കോട്ടെ. ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതെ, തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേ. വേഗം. ഏയ്, എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനിയും വേണമെങ്കിലേ ഞാനൊന്നും എഴുതരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണോ? എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ അതെ, ഉള്ളൂ. ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഹോ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചി? പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ചുമ്മാ ഗമയടിക്കാ. തീ ഒന്നുദിക്കേ. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതെന്റെ 16 അടിയന്തരത്തിന് മതി. കുട്ടത്തി വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പോകഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്ക്. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ തലയെ കൂടെ കൊടി വെച്ചോ. അപ്പൊ ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പോയിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് വേണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടോ. നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനും ഇപ്പൊ പോകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാലേ? തല്ലിയാൽ നീ തല്ലോ. തല്ലോ ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ഒന്ന് പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കണേ. ആ വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുകച്ചു വെക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഉണ്ണി, ഇത് പിന്നെ
ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഈ ഉണ്ണിമധുരം ആഹാ. ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? ചേച്ചിക്കാണോ? ദേ ഇവിടെ ഇവിടെ ഇവിടെ. ഓ ദാ വരുന്നു കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. കേട്ടു. അത് ഇനി ആർക്കാ വേണ്ടേ?